ബാക്ക് ഇനി വീട്ടിലോട്ട് എത്തിയിട്ടോ. ഇനി ഇവിടെ വിഷുവിൻ്റെ കൊടി പൂരമായിരിക്കും. അപ്പം അതുകൊണ്ട് വിഷുവിൻ്റെ വ്ളോഗൊക്കെ സിമ്പിളായിട്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. സോ ഇതേ ടോഗോടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അവൻ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നില്ല, വെള്ളം കറക്റ്റ് കുടിക്കുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഇത്തിരി കുടിക്കാൻ മടിയുള്ള കൂട്ടത്തിൽ, അതുകൊണ്ട് അവൻ അങ്ങനെ ഇരിക്കുന്നത്. തീരെ വയ്യാ തോന്നുന്നുണ്ട്. ചൂടായതുകൊണ്ട് ഈ ഷെഡിൻ്റെ താഴെ കൊണ്ട് കിടത്തി അച്ഛൻ കെട്ടിയിട്ടതാട്ടോ. പിന്നെ അതെ ഞാൻ ഇന്ന് എത്തി, നല്ല ടയേർഡായിരുന്നു. പിന്നെ വീട്ടിൽ നിന്നൊരു പപ്പായ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെ ഇനിയിപ്പോൾ എന്തായാലും സമ്മർ സീസൺ ആയതുകൊണ്ട് നല്ലോണം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നല്ലപോലെ കഴിക്കും. ഇനി ഇതേ കുറച്ച് തൊടിയിലോട്ട് ഞാൻ പോകുന്നില്ല, നല്ല വെയിലാണ്. ഇവിടെ ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഹൈ ആംഗിളിലാക്കിയിട്ട് മാങ്ങയുടെ ഒരു പിക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഫുൾ മാങ്ങ വരാനായ ഒരു സ്റ്റേജിലാണ്. നല്ല പുളിപ്പുള്ള മാങ്ങയാട്ടോ. അയ്യോ, മാംഗോ ബനാന പറഞ്ഞാൽ എനിക്ക് ഫേവറേറ്റ് ആണ്. എന്താണെന്നറിയില്ല. ഇനി നമ്മുടെ ടോഗോ പിണങ്ങി അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു കേട്ടോ. അതിൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് തോന്നുന്നു കേട്ടോ. ഇനി ഇവിടെ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഞാൻ 2 ദിവസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എൻ്റെ ചെടികളെല്ലാം എന്തായി എന്നൊരു അവസ്ഥയിൽ കൂടി അറിയാൻ വേണ്ടി ഞാൻ വന്നതാ. അമ്മ കഷ്ടപ്പെട്ട് എല്ലാവരുടെയും വെള്ളമൊക്കെ നനയ്ക്കുന്നുണ്ടായിരുന്നു, ഞാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സോ അത് തേങ്ങയൊക്കെ ഇവിടെ ചകിരിയെല്ലാം ഇതിട്ടിട്ടുണ്ട്. ഇവിടെ ഉള്ളത് കുറച്ച് വാടിപ്പോയിട്ടുണ്ട് കേട്ടോ, കാഷ്യൂവിൻ്റെ എല്ലാം. പിന്നെ ഇത് ഇവിടെ ഇതാ കുറച്ച് സപ്പോർട്ടയൊക്കെ വന്നിട്ടുണ്ട്. പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞത് ഇങ്ങനെയായിട്ടിരിക്കുന്നത്. ഇനി ഇതേ അവിടെ എന്തൊക്കെയോ ബാങ്ക് വിളിയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അതെ, പിന്നെ ഇതാ അവിടെ എന്തൊക്കെയോ തോടിൻ്റെ ശബ്ദങ്ങളൊക്കെ ആട്ടോ അതിൽ കേൾക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണലുണ്ട് കേട്ടോ. അതായത് നല്ല ഫ്രഷ് ഓക്സിജൻ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. അതായത് നമുക്ക് സുഖമായിട്ട് ശ്വസിക്കാം. അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ ശ്വസിക്കാം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെ ചൂടുണ്ടോ അവിടെ നിന്നെല്ലാം ഞാൻ മാറി മാറി തണൽ കിട്ടുന്ന മാക്സിമം സ്ഥലങ്ങളിലോട്ട് പോകും കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് ഷെഡിലിരിക്കട്ടെ കേട്ടോ. എനിക്ക് ഞാൻ വന്ന് എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ക്ഷീണം, ടയർഡ്നെസ് ഒന്നും മാറാൻ വേണ്ടിയിട്ട് ഷെഡിൽ പോയി. ഇടയ്ക്കിടയ്ക്ക് എന്നോടൊക്കെ പുച്ഛമാണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഒളിക്കണ്ണൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ദാഹം കാരണം ഇങ്ങനെ കിതയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അവൻ. അപ്പോൾ ഞാൻ അവനെ അധികം ഇവൻ റിക്കിനെ ഡിസ്റ്റർബ് ചെയ്യും പോലെ ഞാൻ ഇവനെ അധികം ഡിസ്റ്റർബ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു പട്ടിക്കുട്ടി കേട്ടോ. പട്ടിക്കുട്ടിയല്ല, നായ്ക്കുട്ടിയാണേ, സോറി. ടെറസിലാട്ടോ, അതായത് കുറച്ച് ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടി സൺലൈറ്റിൻ്റെ ഇപ്പുറത്തായിട്ട് വന്നതാട്ടോ. സീരിയസ്ലി എനിക്കൊരു ഷോർട്സ് കുറച്ച് അപ്ലോഡ് ചെയ്യണം ഇപ്പോൾ ഒരു തോട്ട് വരും. ഇത്രയും ദിവസം ലോങ് വ്ളോഗ്സ് ആയിരുന്നു. ഇനി കുറച്ച് ഷോർട്സ് ആയാലോ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷോർട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കട്ടെ കേട്ടോ. എന്നിട്ട് കുറേ അപ്ലോഡ് ചെയ്ത് വെക്കാം. ഈവനിങ്ങിനുള്ള ഡിന്നർ റെഡിയാക്കുക കേട്ടോ. ഞാൻ വാഴക്കുപ്പേരിയാണ്. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില, കടുക്, എണ്ണയിട്ട് പൊട്ടിച്ചിട്ട് ഇടുക കേട്ടോ. ഞാൻ നന്നായി തിളച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ആവട്ടെ കേട്ടോ. അതുവരെ ഞാനൊന്ന് മൂടി വെക്കുകയാണ്. സോ ഇതേ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നോക്കിക്കോളൂ. ഇതേ വേറൊരു ദിവസം കേട്ടോ. വെയിൽ കാരണം കുറച്ച് തണലത്ത് വന്ന് നിൽക്കുവാണേ. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ എപ്പോഴും സെയിം ആയിട്ടുള്ള വിഷ്വൽസ് കാണുമ്പോൾ ബോറിങ് വരും കേട്ടോ വീഡിയോസിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കിംഗ് വീഡിയോസ് കാണുമ്പോൾ ഡെയിലി എൻ്റെ അടുക്കള ഫ്രീക്വൻ്റ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്കൊരു ബോറിങ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ വാക്കിങ്ങിന് പോകുമ്പോൾ ഇത് ഡെയിലി കാണുമ്പോൾ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു വർഷത്തിലൊരു 30 പ്രാവശ്യമൊക്കെ കാണിക്കുകയാണെങ്കിൽ അത് കാണുമ്പോൾ അത്ര ബോറിങ് വരില്ല. അപ്പോൾ ഇതൊക്കെ കോണ്ടന്റ് ക്രിയേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് കിച്ചൺ വർക്കും എല്ലാം കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ രാവിലെ മോർണിംഗ് വാക്ക് കഴിഞ്ഞു കേട്ടോ. എൻ്റെ വെയിറ്റ് ഞാൻ ആക്ച്വലി നോക്കിയിട്ടില്ല, 68. ഇനി ഫസ്റ്റ് ടാർഗറ്റ് 60 ആക്കുക എന്നുള്ളതാട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ തൊണ്ടയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്തോ പുറത്തേക്ക് വൊമിറ്റ് ചെയ്ത് പോകുന്ന പോലെ ഒരു മുഴ പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിനുശേഷം കുറച്ച് എക്സസൈസ് കറക്റ്റാക്കി ഫുഡ് കുറച്ച് ലിമിറ്റഡ് ആക്കിയപ്പോൾ കറക്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഫീവറൊക്കെ പിടിച്ചിട്ട് വീട്ടിലെല്ലാവർക്കും ഫീവറാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഫീവറാണ്. ഇനിയിപ്പോൾ എനിക്ക് മാത്രമേ അത് വരാൻ ബാക്കിയുള്ളൂ കേട്ടോ. പക്ഷേ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. സമ്മർ സീസൺ ആണെങ്കിലും എന്ത് ക്ലൈമറ്റ് ആണെങ്കിലും ഈ അസുഖങ്ങൾ വരുന്നത് പെട്ടെന്ന് അങ്ങനെ മാറില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഒന്ന് ടോഗോടെ അടുത്ത് പോട്ടെ കേട്ടോ കുറച്ച് നേരത്തേക്ക്. അതിനുശേഷം ഞാൻ കുറച്ച് ക്ലാസ്സസ് ഉണ്ട്. എനിക്കിനി UGC നെറ്റിൻ്റെ ഓഡിയോ ക്ലാസ്സസ്സാണ് ഞാൻ നോക്കാൻ പോകുന്നത് കേട്ടോ. ആ ബുക്കിലുള്ള കുറച്ച് സ്റ്റോറീസൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇൻട്രൊഡക്ഷൻ എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ലോങ് വ്ളോഗിൽ. അപ്പോൾ അത് നോക്കിക്കോളൂ കേട്ടോ. ടോഗോ സേഫായിട്ട് തണലത്തിരിക്കുന്നുണ്ട് കേട്ടോ. അവൻ അവിടെ ഇരിക്കട്ടെ, ഞാൻ എന്തായാലും അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എൻ്റെ മോർണിംഗ് വ്ളോഗ് ഞാനിത് ഒന്ന് എൻഡ് ചെയ്യാം കേട്ടോ. കാരണം ഗാലറി ഹാങ് ആവുന്നുള്ളത് എന്തായാലും അറിയാം. അപ്പോൾ ഞാനിന്ന് വോയിസ് എൻഹാൻസറൊക്കെ കൊടുത്ത് വോയിസൊക്കെ കൂട്ടാം. എൻ്റെ മൈക്ക് ഞാൻ ചാർജറിൽ ഇട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഇനിയിപ്പോൾ എന്തായാലും ഒരു ആഫ്റ്റർനൂൺ വ്ളോഗോ അല്ലെങ്കിൽ ഒരു ഈവനിങ് വ്ളോഗോ എക്സ്പെക്റ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നിങ്ങളില്ലേ യൂട്യൂബിൽ ചെയ്യേണ്ട ഒരു കാര്യം,
എഡിറ്റിംഗ് ചെയ്യുകയാണെങ്കിലും യൂട്യൂബിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസോ ഷോർട്സൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഞാനത് എക്സ്പെഷ്യലി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അത് ഒരുപാട് വ്ളോഗേഴ്സ് പറയാറുണ്ട്. അപ്പോൾ അത് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിനോട് ഇൻട്രസ്റ്റ് നമുക്ക് ബ്രേക്ക് ആവില്ല. അപ്പോൾ അഥവാ ബ്രേക്ക് ആയാലും അത് വീണ്ടും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ മോർണിംഗ് വ്ളോഗ് ഇവിടെ ഈ ഒരു ടൈമിൽ എൻഡ് ചെയ്യുക. ഞാൻ ഈവനിങ് വ്ളോഗോ ആഫ്റ്റർനൂൺ വ്ളോഗോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ താങ്ക് യു.